സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഈദ് ദിന ആശംസകൾ നേരുകയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം നാളെ തന്നെയാണ് ഈദ്. അപ്പോൾ വെള്ളിയാഴ്ച പരിശുദ്ധമായ റമദാൻ മാസം അവസാനിച്ച് നാളെ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുകയാണ് എല്ലാവരും. ആഘോഷമെന്ന് പറയുന്നത് നമുക്ക് ആഘോഷങ്ങളൊന്നും പാടില്ല. നമസ്കാരം, ഇബാദത്ത്, സൽപ്രവൃത്തികൾ, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യൽ, പിന്നെ ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എല്ലാവർക്കും. ഓരോരുത്തരുടെയും വകയായിട്ട് അവർ ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ എല്ലാവരും ഫിത്തർ സക്കാത്ത് കൊടുത്ത് നല്ല പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് 30 വർഷത്തെ ആ നോമ്പ് നോറ്റ് വളരെയധികം നമുക്കറിയാം. ഈ പ്രാവശ്യം ഗൾഫ് നാടുകളിലെല്ലാം പൊതുവെ ചൂട് കുറവായിരുന്നു. നമ്മളെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകമായി വലിയ ചൂടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ശരി, അതിനെല്ലാം അതിജീവിച്ച് 30 നോമ്പും നോറ്റ്, നിങ്ങൾക്കെല്ലാം 29 നോമ്പേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ 30 നോമ്പും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതായത് ആളുകളെല്ലാം എന്താ പള്ളിയുടെ പുറത്തിരിക്കുകയാണ് നോമ്പ് മുറിക്കാൻ വേണ്ടി. എന്തായാലും ശരി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഗൾഫിലും നമ്മുടെ നാട്ടിലും ഒന്നിച്ച് ഈദ് ഉൽ ഫിത്തർ വരുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ശരി, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ കാരുണ്യം കൊണ്ട് നമ്മളെല്ലാം ഒന്നിച്ച് ഈദ് ആഘോഷിക്കുന്നത് പിന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറയുന്നത് മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ കളഞ്ഞ്, അന്യ സമുദായക്കാരായിരുന്നാലും ശരി, നമ്മുടെ സമുദായത്തിലുള്ളവരായിരുന്നാലും ശരി, പരസ്പര സഹായവും പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാവർക്കും കൊടുക്കണം. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് പ്രത്യേകമായ ബഹുമാനങ്ങൾ കൊടുക്കണമെന്നും അവരവരുടെ മാതാപിതാക്കളെ, ഏത് സമുദായക്കാരനായിരുന്നാലും ശരി, മാതാപിതാക്കളെ നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ കൊടുത്ത് അവർക്ക് സ്നേഹവും അവർക്ക് വേറെന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മക്കളുടെ ചുമതലയിൽപ്പെട്ടതാണ്. അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങൾക്കുമൊക്കെ വസ്ത്രം എടുക്കുന്നത് പോലെ അവർക്കും നിങ്ങൾ പ്രത്യേകമായ വസ്ത്രങ്ങൾ എടുത്ത് കൊടുക്കുകയും അവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ടി. കാരണം അവരെ അവഗണിക്കരുത്. അവരോട് നല്ല വാക്ക് സംസാരിക്കുകയും അവർക്ക് നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെയാണോ പിന്നെ സ്നേഹിച്ചും വാത്സല്യവും അവരോട് കാണിക്കുന്നത്, അതുപോലെ മാതാപിതാക്കളോട് നിങ്ങൾ കാണിക്കണമെന്നോ അവരുടെ വൃദ്ധസദനങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ അവരെയൊന്നും പാർപ്പിക്കാനായിട്ട് മനസ്സിൽ പോലും ചിന്തിക്കരുതെന്നുമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതായത് ആഹാരം കഴിക്കാത്തവരോ പട്ടിണി കിടക്കുന്നവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ ഭക്ഷണത്തിന് യാതൊരു നിവൃത്തിയില്ലാത്തവരോ ഉണ്ടെങ്കിൽ, അടുത്ത പ്രദേശങ്ങളിലുണ്ടെങ്കിൽ, അടുത്ത അയൽപക്കത്തുണ്ടെങ്കിൽ അവരെയെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ഭക്ഷണം കൊടുത്ത് അവരെയെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കണം. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പലർക്കും അറിഞ്ഞുകൂടാ. പല സമുദായങ്ങൾക്ക് മുസ്ലിമിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ എന്നാണ്. ആരെയാണ് അനുസരിക്കേണ്ടത്? നമ്മളെ സൃഷ്ടാവിനെ മാത്രമല്ല, സൃഷ്ടാവ് പല സമയത്തായിട്ട് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഭൂമിയിലേക്ക് അയച്ചെന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയൊന്നുമല്ല, ഇവിടെ മനുഷ്യനായി ജനിച്ചവർ തന്നെയാണ്. അതായത് അതിന് പിന്നെ അങ്ങനെ അല്ലാത്ത ഒരു നബി എന്ന് പറയുന്നത്, മനുഷ്യനായിട്ട് ജനിക്കാത്ത നബി എന്ന് പറയുന്നത് ആദം നബി, ആദ്യത്തെ മനുഷ്യൻ. അതിന് ആരും പ്രസവിച്ചതല്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ നബിമാരും സ്ത്രീകൾ പ്രസവിച്ചവർ തന്നെയാണ്. അപ്പോൾ അതിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊന്നും കൂടെ നമ്മൾ പറയണം. ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം വാപ്പ ഇല്ലാത്ത മകനാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈസ ബിൻ മറിയം എന്ന് പറയുന്നത് ഈസാ നബിയ. അപ്പോൾ ക്രിസ്ത്യാനികൾ യേശുക്രിസ്തു എന്നും മുസ്ലിങ്ങൾ ഈസ എന്നും പറയുന്ന ഈസാ നബിക്ക് വാപ്പയില്ല. കാരണം അത് പ്രത്യേകമായ ഒരു പിന്നെ ഇതുകൊണ്ടുണ്ടായ മകനാണ് മറിയമിന്. അപ്പോൾ മറിയം കന്യകയാണെന്നും മറിയത്തിന് കൊടുക്കുന്ന ബഹുമാനം ഇസ്ലാം ദീനിനകത്ത് കൊടുക്കുന്ന, അതായത് ഖുർആനിൽ ഒരു സ്ത്രീയുടെയും പേര് പരാമർശിച്ചിട്ടില്ല. സ്ത്രീകളെ പറ്റി പറയുന്നു, പക്ഷെ അവരുടെ ആരുടെയും പേരില്ല. പക്ഷെ ഒരാളിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, അത് മറിയത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇസ്ലാം കൊടുക്കുന്ന ബഹുമാനം എന്ന് പറയുന്നത്
മറിയമിന് കൊടുക്കുന്ന, അതായത് ഈസായുടെ ഉമ്മ, ഈസായുടെ മാതാവിന് കൊടുക്കുന്ന ബഹുമാനം അത് ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് പല പ്രസംഗങ്ങളിലും സംഘികളും ക്രിസംഘികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മറിയമിനെ മുസ്ലിങ്ങൾ ആക്ഷേപിക്കുന്നു. യാതൊരു കാരണം, മറിയമിനെ ആക്ഷേപിക്കുന്നവൻ മുസ്ലിം അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതായത് എന്തായാലും ശരി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ചില കാര്യങ്ങൾ വന്ന് കയറിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. പറയാതിരിക്കാനും ഒക്കില്ല. കാരണം മനുഷ്യരായിട്ടുള്ളവർ തന്നെയാണ് നബിമാരായത്, പ്രവാചകന്മാരായിട്ട് അവതരിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ, നമ്മുടെ സൃഷ്ടാവിനെ അനുസരിക്കുക, അതുപോലെ നബിയെ അനുസരിക്കുക. നബിയെയും മുഹമ്മദ് നബിയെയും പിന്നെ അള്ളാഹുവിനെയും അനുസരിക്കുന്നവനാണ് മുസ്ലിം, ഇപ്പോഴത്തെ മുസ്ലിം. അപ്പോൾ അതിനു മുമ്പ് പ്രവാചകന്മാരുണ്ടായിരുന്നു, ആ പ്രവാചകന്മാരെ അനുസരിക്കണം. അത് ആ കാലഘട്ടങ്ങളിൽ. പക്ഷേ അവസാനത്തെ നബി, ലോക അവസാനം വരെയുള്ള പ്രവാചകൻ എന്ന് പറയുന്നത് മുഹമ്മദാണ്. അപ്പോൾ മുഹമ്മദാണ് നമ്മുടെ നബിയാണെന്ന് വിശ്വസിക്കുകയും നബി കൊണ്ടുവന്നതാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ വേറെ എവിടെ നിങ്ങൾ കെട്ടിയിറക്കിയല്ല, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മുഖാന്തരം നമുക്ക് കിട്ടിയതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിൽ ഒരു വള്ളി പുള്ളി വിടാതെ ലോക അവസാനം വരെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ അള്ളാഹു, അതായത് നമ്മുടെ സൃഷ്ടികർത്താവ്, അത് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ലോകത്തിറങ്ങിയ പല ഗ്രന്ഥങ്ങളും മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഖുർആനെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. കാരണം അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതൊന്നും ഒരു കാരണവശാലും ആർക്കും മാറ്റിമറിക്കാൻ ഒക്കില്ല. എന്തായാലും ശരി, ഇസ്ലാമിനെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും ബാക്കിയുള്ള സമുദായങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും പിന്നെ ഇവിടെ എന്തൊക്കെയോ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, മറ്റതാണ്, മറിച്ചാണ്, ഭീകരന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രചാരണങ്ങളെല്ലാം വെറുതെയാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സ്നേഹമുള്ളവരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്. ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു പിന്നെ സമുദായം എന്ന് പറയുന്നത്, ഞാൻ വീമ്പ് പറയുന്നതല്ല, നിങ്ങൾ എടുത്തു നോക്കിയോളാം. നിങ്ങൾക്ക്, അതായത് ബാക്കിയുള്ള സമുദായത്തിൽ ഉള്ളവർക്ക് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ഒന്നെന്ന് പറയുന്നത് മുസ്ലിം പേരുകാരാണ്, അതായത് അബ്ദുള്ളക്കുട്ടി, പിന്നെ എന്താണ് ഈ കുറെ മൗലവിമാരൊക്കെ ഉണ്ട്, കാവട്യക്കാരായ മൗലവിമാർ. അവരെയൊന്നും അല്ല പറയുന്നത്. അബ്ദുള്ളക്കുട്ടി ആയിരുന്നാലും, പിന്നെ ഒരു ആരിഫ് ഉണ്ടായിരുന്നാലും, പിന്നെ ഒരു ജബ്ബാർ മൗലവി, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ അല്ല. നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാണ്. അള്ളാഹുവിന്, അതായത് ദൈവത്തിന് അല്ലെങ്കിൽ സൃഷ്ടാവിന് ഭയന്ന് ജീവിക്കുന്ന, നമസ്കാരവും ഇബാദത്തുമുള്ള, അതായത് 5 നേരവും നമസ്കരിക്കുന്ന അങ്ങനെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കിയിട്ട് അവരുടെ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇസ്ലാമിനെ പറ്റി നിങ്ങൾ പറയേണ്ടത്. അതായത് ദൈവഭയമുള്ളവൻ, അള്ളാഹുവിനെ ഭയക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആർക്കും യാതൊരു ദോഷവും അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയോ ഒന്നും ചെയ്യുന്നവരല്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. അത് നമ്മൾ മാതൃകയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയാവണം. അവൻ മുസ്ലിമാണ്. എങ്ങനെയാണ് ഈ ഇസ്ലാം മതം ലോകത്ത് വികസിച്ചത്? അങ്ങനെയാണ് വികസിച്ചത്. അതായത് ആരും പ്രചാരണത്തിനൊന്നും എവിടെയും പോകുന്നില്ല. ഈ പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്ന അവർ ഭീകരന്മാരാണെന്നും മറ്റതാണെന്നും മറിച്ചാണ്. പക്ഷേ എന്നിട്ട് പോലും ഇസ്ലാം വീണ്ടും വളരെയാണ്, തളരെയല്ല ചെയ്യുന്നത്. പലരും പറയുന്നുണ്ട്, അങ്ങനെ ഭയപ്പെടുന്നുണ്ട്. അതിന്റെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി കളയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തിന് ഇസ്ലാമിക രാജ്യമാക്കി? ലോകത്ത് ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. നമ്മൾ കാണുന്ന 51 രാജ്യങ്ങളുണ്ട്, ഇസ്ലാമിക അറബ് രാജ്യങ്ങളുണ്ട് ലോകത്ത്. പക്ഷേ അവിടെയൊന്നും ശരിയായ ഇസ്ലാമിക ഭരണം ഇന്ന് ലോകത്ത് എവിടെയും ശരിയായ ഇസ്ലാമിക ഭരണം ഇല്ല. പിന്നെ എന്തിന് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം? അതിന്റെ ആവശ്യമൊന്നുമില്ല. മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഏത് രാജ്യത്തും ജീവിക്കാം, അവരവരുടെ മതത്തിനനുസരിച്ച്. നമ്മളതെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് പുരാതനമായ ഒരു രാജ്യമാണ്, നല്ല സംസ്കാരമുള്ള രാജ്യമാണ്. ഇന്ത്യയിൽ ജീവിക്കാനായിട്ട് അത് ഇസ്ലാമിക രാജ്യമാകണമെന്നൊന്നും ഇല്ല. നമുക്ക് അറിയാമല്ലോ പാകിസ്ഥാന്റെ കാര്യം. പാകിസ്ഥാൻ ഒരു 85, 90, 92% വരെ മുസ്ലിംസാണ്. ഇസ്ലാമിക രാജ്യം എന്നാണ് പറയുന്നത്. എന്താണ് ഇസ്ലാമിക രാജ്യം? അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യങ്ങൾ ലോകത്തെവിടെയും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്, മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മുടേത് ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. ഏത് മതത്തിലുള്ളവനും, ഏത് ജാതിയിലുള്ളവനും, ഏത് രാഷ്ട്രീയക്കാരനും ഇവിടെ ജീവിക്കാം, അവനവന്റെ മതവിശ്വാസങ്ങൾ അനുസരിച്ച്. അതിന് കത്തിവെക്കുന്ന ചില
പിന്നെ ഭരണകർത്താക്കളുണ്ട്. അവരെന്ന് പറയുന്ന അവരുടെയൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് ചവറ്റുകുട്ടയാണ്. അവർ ഇന്നല്ലെങ്കിൽ നാളെ ചവറ്റുകുട്ടയിന്ന് പുറത്തു പോകേണ്ടി വരും. എന്തായാലും ശരി, ജനങ്ങൾക്ക് നീതിയും ന്യായവും സത്യവും ധർമ്മവും ഇവിടെ പുലർന്നു കാണണം നമ്മുടെ നാട്ടിൽ. അതിനു വേണ്ടി നമ്മളെല്ലാം പരിശ്രമിക്കണമെന്നും പരസ്പരം സഹായിച്ചും സഹകരിച്ചും സന്തോഷത്തിലും സഹകരണത്തിലും എല്ലാവരും ജീവിക്കണമെന്നും ജനങ്ങളുടെ അഭിവൃദ്ധി ഏത് ജാതിക്കാരനായിക്കൊണ്ട് ഒരു കുഴപ്പമില്ല, അവരവർക്ക് ജീവിക്കാം. അപ്പോൾ അങ്ങനെ ജീവിച്ച് കാണാനാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണമെന്നും നാടിൻ്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്നുമാണ് എനിക്ക് എല്ലാവരോടും ഈ ഈദ് ദിനത്തിൽ, അതായത് ഈദ് ദിനം എന്ന് പറഞ്ഞാൽ നാളെയാണ്, ഇന്നുകൊണ്ട് നോമ്പ് തീരെയാണ്. എന്തായാലും ശരി, എല്ലാവർക്കും വേണ്ടി ഞാൻ ഈദ് ആശംസകൾ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.